ഇങ്ങനെ ഒരു മനുഷ്യനായി പോയല്ലോ ദൈവം എനിക്ക് കിട്ടിയത്. എന്നോട് ചെറിയമ്മ അന്നേ പറഞ്ഞതാ ഇതിനോട് നിക്കണ്ടെന്ന്. എന്തേ ഞാൻ നിക്കുന്ന ഇവിടെ? ആർക്കും എന്നെ വേണ്ട. പിന്നെന്തിനാ? മതി, പോവാ. ജീവിതം തന്നെ എനിക്ക് മതിയായി. ഇതെന്താ ഈ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് എങ്ങോട്ടാ? ഞാൻ പോവാണ്. എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. എന്താണ് പ്രശ്നം? എന്താ? എന്തിനാ ഈ മുട്ടുമുട്ടിന് അങ്ങോട്ട് പായുന്ന എന്തിനാ? ഇനി ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല, എനിക്ക് മതിയായി. എന്താ എന്റെ ഉദ്ദേശം? ഈ പാക്ക് ചെയ്തിട്ട് പോവാൻ മാത്രം ഇവിടെ എന്താ പ്രശ്നം ഉണ്ടായെന്ന് പറയും. സ്വഭാവം മാറ്റുന്ന എപ്പോഴാണ് അന്നേ ഞാൻ തിരിച്ചു വരും. ഞാനെന്ത് സ്വഭാവം? ഈ ഇങ്ങനെ എടുത്തിയാൽ ചെയ്യല്ലേ? ഈ പോവാൻ തീരുമാനിച്ചു? ഞാൻ തീരുമാനിച്ചു. അന്നാട്ട് പോയി വിടും. ഓഹോ, അപ്പൊ അത്രേ ഉള്ളൂ അല്ലേ? ആയിക്കോട്ടെ, ഞാൻ പോയിക്കോളാം. അടിപൊളി. ഇതിങ്ങനെ നീക്കി ഇങ്ങനെ. അതെ, ഞാൻ പോവാണ്. ഈ എന്തിനാ ഈ പൂണി ചാടിക്കേറി പോണ? എന്താ എന്റെ പ്രശ്നം എന്ന് പറയും? എന്താ പ്രശ്നം നിങ്ങൾക്ക് അറിയില്ലല്ലേ? പോനെ വാ, പോവാ. ഓൻ വരുത്തൊന്നുമില്ല. പോവാം അമ്മേനോട്. ആ വേണ്ട, അതാ പറഞ്ഞേ. ഓന് വേണ്ട എന്റെ കൂടെ. നിങ്ങളെ പൊറ്റക്കെട്ടായില്ലേ? അച്ഛന്റെ അതേ മോൻ തന്നെ, അതേ സ്വഭാവം തന്നെ ആയിക്കോളും വലുതായി കഴിഞ്ഞാല്. അതെ, ഒരു മിനിറ്റ്. എന്നോട് ഈ ഒരു കാര്യമുണ്ട്. ഈ ഇവിടുന്ന് ചാടി കയറി പുറപ്പെടുന്ന ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അങ്ങോട്ട് പെട്രോൾ കത്തിച്ച് വരാനുള്ള സമയമില്ല. അതുകൊണ്ടാ പറയണേ, പോവാണ് ആട്ട് പോയിക്കോളാം, പിന്നെ ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. മനസ്സിലായില്ലേ? ഇനി ഞാൻ വരുന്നില്ല, പോവില്ല. എന്നാ പോയി വിടും. ആ അത് നോക്കണ്ട, ഇത് കളിച്ചു കാച്ചു. ഞാൻ പോവാ. ആയിക്കോട്ടെ. പാച്ചു, ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നീക്കണം. ഞാൻ പോവാന്ന് ആലോചിച്ചിട്ട് ഭയങ്കര വിഷമിച്ചിരിക്കല്ലേ? ഞാനേ പ്രാങ്ക് ചെയ്തതാ. പ്രാങ്കോ? ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ. പേടിപ്പിച്ച? ശരിക്കും വിശ്വസിച്ചില്ലേ ഞാൻ പോവാണ്, എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന്? എന്നാ കയറി പോര്. എന്റെ ഒരു പ്രാങ്ക്. കാച്ചു, കുറച്ചു ദിവസം നമ്മൾ സമാധാനമായിട്ട് കുത്തിരിക്കാന്ന് വിചാരിച്ചു. എന്താ പറഞ്ഞത്? ഓ, അപ്പൊ അതാണ് മനസ്സിലിരിപ്പ്. അപ്പൊ ശരിക്കും നിങ്ങൾക്ക് വേറെ ആരും ഇവിടെ കൊണ്ടുവന്ന് താമസിക്കണമെന്ന്, ഞാൻ പോണെന്ന് ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെന്നല്ലേ ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം? വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. ഇനി ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോവാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. മനസ്സിലായില്ലോ? എന്റെ മരണം വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്തൊരു കഷ്ടത്. ഒരു തമാശ പറയാൻ പോലും സ്വാതന്ത്ര്യം ഇല്ല ഇവിടെ.